തേർഡ് ചാപ്റ്ററിലെ പ്രൂവ് ദാറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പഠിക്കുന്ന ന്യൂജൻ മാത്തിൻ്റെ ടെക്നിക്കും ട്രിക്കുകളും ഉപയോഗിച്ചായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം ചെയ്യാനായിട്ട് പഠിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന പ്രൂവ് ദാറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ ചാപ്റ്റർ. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് എഴുതി പോകുന്ന ആ സീക്വൻസിലെ സമാന്തര ശ്രേണിയിൽ എന്തുണ്ടെന്ന് തെളിയിക്കണം? ആൾ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യ ഉണ്ടെന്ന് തെളിയിക്കണം. എന്തോ മക്കളെ, എണ്ണൽ സംഖ്യ ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് മീൻസ് 1, 2, 3, 4 എന്ന് പറയുന്ന ഈ സംഖ്യകൾ ആ ശ്രേണിയിൽ അല്ലെങ്കിൽ അരത്തമാറ്റിക് സീക്വൻസിൽ ഉണ്ട് എന്ന് നമ്മൾ തെളിയിക്കണം. അപ്പോൾ നമുക്ക് ആ ശ്രേണി എഴുതാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 1/3 ആണ് നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് നമുക്ക് എഴുതാം. കോമ കഴിഞ്ഞ് അടുത്ത എഴുതാൻ നേരത്തെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പൊതുവ്യത്യാസം 1/6 രൂപത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവിടെ എഴുതി എനിക്ക് തെളിയിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ടെക്നിക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്ന എളുപ്പ വഴിയാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ സീക്വൻസിലെ ഏത് ടേം എഴുതാനും നമ്മൾ എന്താ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, nth ടേം അല്ലെങ്കിൽ xn കണ്ടുപിടിക്കും. xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, dn പ്ലസ് എന്താണ് f മൈനസ് d ആണ്. അപ്പോൾ ഈ ശ്രേണിയിലെ ഏത് സംഖ്യ വേണമെങ്കിലും എഴുതി കൂടെ xn ഉണ്ടെങ്കിൽ n-ൻ്റെ അവിടെ 1, 2, 3 ഇട്ട് കൊടുത്താൽ പോലെ നമുക്കറിയാം. അപ്പോൾ ആ ടെക്നിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം d എത്ര? 1/6. ഇതാ ഇവിടെ ഉണ്ട് 1/6 ആണ് d. അപ്പോൾ ഈ ഡിക്ക് വരും 1/6. കൂടെയുള്ളത് n ആണ്. n എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പൊസിഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. പ്ലസ് എഫ് എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? എഫ് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ആരാ? 1/3 ആണ്. അപ്പോൾ എന്തുവരും? 1/3 മൈനസ് 1/6 എന്ന് വരും. ഓക്കെ ആണോ? ഇവിടെ വെച്ചാണ് കൺഫ്യൂഷൻ തുടങ്ങുന്നത് മക്കളെ. ഇതറിയാത്ത പലരും ഈ വീഡിയോ കാണുന്നവരുണ്ട്, ശ്രദ്ധിക്കുക. 1/3 എങ്ങനെ 1/6 കുറയ്ക്കും? 1/3 എങ്ങനെ 1/6 കുറയ്ക്കും? കുറയ്ക്കാൻ നേരത്തെ എളുപ്പവഴിയുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ 3ഉം ഇവിടെ 6ഉം ആയതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം കുറയ്ക്കാൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? ചിത്രശലഭ ഗുണിതം എന്ന് പറയും. 1 മാറൂടെ ഗുണിക്കുക, 1 3 കൂടെ ഗുണിക്കുക, 3 6 കൂടെ ഗുണിക്കുക. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മക്കളെ ശ്രദ്ധിക്കുക. ഞാൻ എന്താ വരച്ച് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഈ 1ഉം 6ഉം കൂടെ ഗുണിക്കണം. എന്തൊക്കെ നമ്മൾ ഗുണിക്കണം? 1ഉം 6ഉം കൂടെ. അപ്പോൾ ആദ്യത്തെ വരികൾ അതുപോലെ തന്നെ 1/6 മാറ്റമില്ല, n അതുപോലെ പ്ലസ് 1ഉം 6ഉം കൂടെ ഗുണിച്ച് എന്ത് കിട്ടും? 6 മൈനസ്, ഇനി ഗുണിക്കേണ്ട 3ഉം 1 കൂടെ ഗുണിക്കണം. കണ്ടോ, 3ഉം 1 കൂടെ ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് കൊടുത്തിട്ട് 3 എഴുതണം, ഡിവൈഡഡ് ബൈ ഇടണം. എന്നിട്ട് ആരും കൂടെ ഗുണിക്കണം? 3ഉം 6ഉം കൂടെ ഗുണിക്കണം. താഴത്തെ 3ഉം 6ഉം കൂടെ ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടും? 18. അപ്പോൾ ഇവർ മൊത്തത്തിൽ ആ ബ്രാക്കറ്റിൽ ഇട്ട് വയ്ക്കുക. കണ്ടോ, അപ്പോൾ അത്രയേ ഉള്ളൂ. വ്യത്യസ്ത സംഖ്യകൾ കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഡിനോമിനേറ്റർ വ്യത്യാസം വന്നാൽ കുറയ്ക്കാൻ ഇങ്ങനെ ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പമാർഗ്ഗം. വളരെ സിമ്പിൾ മെത്തേഡാണ്. ഓക്കെയാണ്. അപ്പോൾ ഉത്തരം എന്തോരും? 1/6 n അതുപോലെ പ്ലസ് നോക്കുക, 6-ന്ന് 3 കുറച്ച് എത്ര? 6-ന്ന് 3 കുറച്ച് നിങ്ങൾക്കറിയാം 3/18 എന്ന് വരും. എന്തോരും? 3/18. മക്കളെ, ഇനി അടുത്ത ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയണം. ഇതാ നോക്കിയേ, 3/18 നമുക്ക് ചെറിയ രൂപത്തിൽ എഴുതി കൂടെ? ആ ഫ്രാക്ഷൻ ഇച്ചിരി വലുതല്ലയോ? അപ്പോൾ നിങ്ങൾക്കറിയാം 3/18 ഞാൻ താണ്ട മുകളിലോട്ട് ചെയ്യുന്നുണ്ട്. 3/18 മുകളിൽ 3 കൊണ്ട് ഹരിക്കുകയും താഴെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ സംഖ്യ എന്തായിട്ട് കിട്ടും മക്കളെ? 3-നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 18-നെ 3 കൊണ്ട് ഹരിച്ചാൽ 1/6. അപ്പോൾ ഈ 1/6 ആണ് ആരെന്ന് പറയുന്നത്? 3/18. അപ്പോൾ 3/18 വരെ നമുക്ക് എന്ത് എഴുതാം മക്കളെ? 1/6 എഴുതാം. നോക്കിയോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/6n പ്ലസ് എന്തെന്ന് എഴുതാം? 1/6. ഇതാണ് മക്കളെ നമ്മുടെ ഏത് രൂപം? xn-ൻ്റെ രൂപം. കണ്ടോ, അപ്പോൾ xn അല്ലെങ്കിൽ nth ടേം അല്ലെങ്കിൽ ഈ ശ്രേണിയിലെ ഏത് പദവും ഏത് രൂപത്തിലേ ഇരിക്കത്തുള്ളൂ? ഇതാ ഇങ്ങനെ ഇരിക്കും. അതിലെ ഓരോ പദങ്ങൾ മാറ്റി കണ്ടുപിടിക്കാൻ ഈ n-ൻ്റെ അവിടെ സംഖ്യ മാറ്റി കൊടുത്താൽ മതി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്തൂടെ ഈ സീക്വൻസിൽ എന്തുണ്ടോ എന്ന്? നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ സംഖ്യകൾ ഈ ശ്രേണിക്കകത്തുണ്ടോ എന്ന് തപ്പിക്കൂടെ? നമുക്ക് തെളിയിച്ചൂടെ? ഓക്കെയാണ്, ഐഡിയ കിട്ടിയാൽ. അപ്പോൾ xn ആദ്യം കണ്ടുപിടിച്ച് വെക്കണം. ഈ കണ്ടുപിടിച്ച xn-നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കാൻ പറ്റും മക്കളെ. നോക്കടാ, xn എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച xn ഈസ് ഈക്വൽ ടു 1/6n പ്ലസ് 1/6. ഈ രൂപത്തിലിരിക്കുകയാണ് നമ്മുടെ xn. ഒന്നും കൂടെ ഒന്ന് ചുരുക്കുവാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി നോക്കുക, xn ഈസ് ഈക്വൽ ടു ഈ n-ഉം 1 കൂടെ ഗുണിച്ച് എന്ത് സംഭവിക്കും മക്കളെ? n×1 n എന്ന് വരും. അപ്പോൾ നിങ്ങൾക്കറിയാം n/6 പ്ലസ് 1/6 എന്ന് വരും. ഓക്കെയാണ്.
ഇനി നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ആര് തന്നെയാണ്? 6 ആണ്. അപ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ ആക്കി എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സൻ സമം n+1/6 എന്ന് വരും. അപ്പോൾ എക്സനിൻ്റെ രൂപം ദാ കിട്ടി മക്കളെ. എക്സൻ ഈസ് ഈക്വൽ ടു n+1/6 ആണ് നമ്മുടെ എക്സൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണ്, സെറ്റാണ്. അങ്ങനെയാണ് നിങ്ങൾ പറ x1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ എന്നിൻ്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. അങ്ങനെ x1ഉം x2ഉം x3ഉം x4ഉം ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്തിക്കൂടെ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ ഉണ്ടോ ഇല്ലയോ എന്ന്? ഓക്കെയാണോ? ഒരു ഐഡിയ കിട്ടിയെന്ന് നോക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ചുവന്ന മഷിയിൽ എഴുതാം. നിങ്ങൾ മനസ്സിലാക്കുക, x1 കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. x1 ആരാന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കേണ്ട. x1 ആരാ? 1/3 ആണ്. അത് ചെയ്ത് നോക്കണ്ട. ഇനി x2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മക്കളെ? x2 കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ പദം, ഈ ശ്രേണിയിലെ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാൻ എന്നിൻ്റെ അവിടെ എന്ത് കൊടുക്കണം മക്കളെ? 2 കൊടുത്താൽ പോരെ. അപ്പോൾ എന്ത് കൊടുക്കണം? 2 + 1/6 എന്ന് വരും. എന്ന് പറയുമ്പോൾ എന്ത് വരും? 3/6. 3 ഇവിടെ ഡബിളാണ് 6, അതുകൊണ്ട് നമുക്ക് എഴുതാം ആ ഉത്തരം ആരാണ്? 1/2. അപ്പോൾ രണ്ടാമത്തെ പദം എന്തുവാ? 1/2. ഇനി മൂന്നാമത്തെ പദം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മൂന്നാമത്തെ സീക്വൻസിലെ മൂന്നാമത്തെ ടേം കിട്ടാൻ എന്നിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. അപ്പോൾ 3 + 1 എന്തെന്ന് വരും? 3 + 1 എന്ന് വരും. 3 + 1/6 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 4/6 എന്ന് വരും. അപ്പോൾ ചെറുതാക്കുമ്പോൾ 4ൻ്റെ പാതി 2/3 എന്ന് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ പദം കിട്ടി. ഇനി നാലാമത്തെ പദം കിട്ടിക്കാൻ പോവാൻ നോക്കണേ മക്കളെ. ഞാൻ ദാ സൈഡിലോട്ട് എഴുതിപ്പോ നിങ്ങൾ കൂടെ വന്നോണം. നാലാമത്തെ പദം x4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ എന്നിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 4 കൊടുക്കണം. അപ്പോൾ 4 + 1 എന്ത് വരും? 4 + 1/6 എന്ന് വരും. അല്ലെങ്കിൽ ഉത്തരം 5/6 എന്ന് വരും. ഈ സാർ എങ്ങോട്ടായി പോകുന്നത് മക്കളെ? നിങ്ങൾക്ക് സെറ്റാവും. ഇച്ചിരി കാത്തിരുന്നാലേ അതിൻ്റെ ഒരു സുഖം കിട്ടത്തോളൂ അല്ലേ? പാടുള്ള ചോദ്യമൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ്. x5 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം 5 + 1 എന്ന് വരും. 5 + 1 എന്ന് പറയുമ്പം 5 + 1/6 എന്ന് വരും. അല്ലെങ്കിൽ ഉത്തരം 6/6 എന്ന് പറയും. അല്ലെങ്കിൽ ഉത്തരം 1. അപ്പോൾ x5 എന്ന് പറയുന്നത് എന്ത് കിട്ടി മക്കളെ? ശ്രദ്ധിച്ചേ, x5 എന്ന് പറയുന്നത് 1 കിട്ടി. അപ്പോൾ ഈ ശ്രേണി എഴുതിയാൽ, ഈ ശ്രേണി ഞാൻ ഒന്ന് എഴുതി കാണിക്കട്ടെ മക്കളെ. ഇതാ ശ്രേണി നോക്ക്. 1/3, 1/2, 2/3, 5/6, പിന്നെ വന്ന എന്തുവാണ്? 1 ആണ്. ആ ശ്രേണി നിങ്ങൾക്ക് കാണണ്ടേ? ഇങ്ങനെ അരിത്മെറ്റിക് സീക്വൻസിൽ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ആ ശ്രേണിയിൽ 1 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. മക്കളെ, നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? പ്രൂവ് ദാറ്റ്, തെളിയിക്കണം ഈ സീക്വൻസിൽ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാകുന്നുണ്ട് എന്ന് തെളിയിക്കണം. നമുക്ക് ആദ്യത്തെ നാച്ചുറൽ നമ്പർ 1 കിട്ടിയില്ലോടാ. ഈ 1 കിട്ടാനുള്ള കാരണം ഇനി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 കിട്ടാനുള്ള കാരണം എന്താണ്? ഇവിടെ അടിവശത്ത് 6 ആണ്. അടിവശത്ത് എക്സന്നിൻ്റെ അവിടെ 6 ആണ്. അപ്പോൾ 5 + 1 എന്ന് പറയുന്ന ഉത്തരം 6 വന്നാൽ 6/6 അല്ലെങ്കിൽ ഉത്തരം എങ്ങോട്ടേക്ക് പോകും? 1 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അടിയിൽ 6 മുകളിൽ 12 വന്നാൽ നമ്മുടെ സംഖ്യ എത്ര വരും? 2 വരത്തില്ലയോ? അപ്പോൾ മുകളിൽ 12 വരണമെങ്കിൽ ഈ n എത്ര ആയിരിക്കണം? 11 ആയിരിക്കണം. n എത്രയാണ്? 11. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ എന്നിൻ്റെ അവിടെ 11 വരുമ്പോൾ നമ്മുടെ എക്സൻ എങ്ങനെയായിരിക്കുന്നത്? എക്സൻ ഏത് രൂപത്തിലാണ്? നിങ്ങൾ നോക്കുക. എക്സൻ അല്ലെങ്കിൽ nth ടേം എന്തുവാ? n+1/6 ആണ്. നമുക്കറിയാം n+1/6 ആണ്. എക്സൻ എന്ന് പറഞ്ഞാൽ n+1/6 ആണ്. എന്നിൻ്റെ അവിടെ 11 കൊടുക്കണം. 11 ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 12. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും ഉത്തരം എന്തെന്ന് കിട്ടും മക്കളെ? ഉത്തരം 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും ഉത്തരം 2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് 5ാമത്തെ ടേമാണ്. 6ാമത്തെ ടേം ഞാൻ എഴുതുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. 7ാമത്തെ അറിഞ്ഞുകൂടാ, 8ാമത്തെ അറിഞ്ഞുകൂടാ, 9ാമത്തെ അറിഞ്ഞുകൂടാ, 10ാമത്തെ അറിഞ്ഞുകൂടാ, 11ാമത്തെ അറിഞ്ഞുകൂടാ. അല്ല, 11ാമത്തെ നമുക്കറിയാം. 11 എന്ന് വെച്ചാൽ 11ാമത്തെ ടേമാണ്. ആരെന്ന് പറയുന്നത് 2. കണ്ടോ? അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടിയില്ലോടാ. അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടി. അങ്ങനെ നാച്ചുറൽ നമ്പർ കിട്ടാൻ വേണ്ടി എന്നിൻ്റെ അവിടെ എത്ര കൊടുക്കണം? 11 കൊടുത്തു. ഇനി അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ 6 ആണ്. അപ്പോൾ 3 എന്ന ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാം മുകളിൽ 18ഉം താഴെ 6ഉം വന്നാൽ 18/6 എത്ര? 3 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ അവിടെ 18 കിട്ടണമെങ്കിൽ എന്നിൻ്റെ അവിടെ എത്ര വരണം? 17 വേണം. മക്കളെ നോക്കുക. എന്നിൻ്റെ അവിടെ ഞാൻ 17 കൊടുത്താൽ നമ്മുടെ nth ടേം എക്സൻ എത്ര ആയിരിക്കും? 17 + 1/6 എന്ന് വരും. അല്ലെങ്കിൽ 18/6 എന്ന് വരും. അല്ലെങ്കിൽ ഉത്തരം എന്ത് വരും?
3 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ 17ാമത്തെ സംഖ്യ ഏതായിരിക്കും? 3 എന്ന് വരും. 17ാമത്തെ സംഖ്യ എന്തെന്ന് വരും? 3. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എഴുതി വയ്ക്കാം? ഇങ്ങനെ എഴുതി വയ്ക്കാം, if n ഈസ് ഈക്വൽ ടു, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ n എത്ര വന്നേ? 5. എന്നിൻ്റെ അവിടെ 5 വന്നാൽ, എന്നിൻ്റെ 5 വന്നാൽ 1 കിട്ടും. എന്നിൻ്റെ അവിടെ 11 വന്നാൽ എന്തുത്തരം കിട്ടും? 2 എന്ന നാച്ചുറൽ നമ്പർ കിട്ടും. എന്നിൻ്റെ അവിടെ 11 വന്നാൽ 2 എന്ന് കിട്ടും. ഇനി എന്നിൻ്റെ അവിടെ 17 വന്നാലും നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ if n ഈസ് ഈക്വൽ ടു 5, 11 and 17, then xn ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടുന്ന xn ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയാം xnന്റെ വാല്യൂ 1 കിട്ടി. കണ്ടോ, xn എന്ന് പറയുന്ന nth ടേം 1 കിട്ടിയപ്പോഴാണ് 5 കൊടുത്തപ്പോൾ. അതോടൊപ്പം എന്നിൻ്റെ വാല്യൂ 2 കിട്ടിയപ്പോഴാണ് 11 കൊടുത്തപ്പോൾ. അപ്പോൾ xn ഈസ് ഈക്വൽ ടു 1 കിട്ടും, 2 കിട്ടും, 3 കിട്ടും, പിന്നെ ഏതും കിട്ടും? 4 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം എന്താണ്? ദ അരിത്തമാറ്റിക് സീക്വൻസ് വിൽ കണ്ടെയ്ൻ ഓൾ നാച്ചുറൽ നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്നിൻ്റെ വാല്യൂ 5, 11, 17 കൊടുക്കുമ്പോൾ xnന്റെ വാല്യൂ നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ദ ഗിവൺ അരിത്തമാറ്റിക് സീക്വൻസ് കണ്ടെയ്ൻ ഓൾ ദ നാച്ചുറൽ നമ്പർ. തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിൽ എണ്ണൽ സംഖ്യകൾ ഉണ്ട് എന്ന് എഴുതി വെക്കുക. അപ്പോൾ തന്നിരിക്കുന്നതാണ് മറ്റൊരു പ്രൂവ് ദാറ്റ് ചോദ്യം. നിങ്ങൾക്ക് കാണാം, പ്രൂവ് ദാറ്റ് ദ അരിത്തമാറ്റിക് സീക്വൻസ് വിൽ കണ്ടെയ്ൻ ഇൻ ദ ഓൾ ദ ഓഡ് നമ്പർ. ഈ എഴുതുന്ന ശ്രേണിയിൽ ഒറ്റ സംഖ്യകൾ ഉണ്ട്, അതോടൊപ്പം എന്തില്ല? ഇരട്ട സംഖ്യ ഉണ്ടാവില്ല എന്ന് നമുക്ക് തെളിയിക്കണം. അതാണ് നമ്മുടെ സീക്വൻസ്. ഒരു സീക്വൻസ് നമ്മൾ എഴുതും, ആ സീക്വൻസിൽ ഒറ്റ സംഖ്യ ഉണ്ട്, ഇരട്ട സംഖ്യ ഇല്ല എന്ന് എഴുതണം. അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ പ്രൂവ് ദാറ്റ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ മക്കളെ? ശ്രദ്ധിക്കുക. ദ ഫസ്റ്റ് ടേം 1/3. പിന്നെ എടുത്തു പറയുന്നു, ഇത് നമ്മുടെ സ്വന്തം ന്യൂജൻ മാത്തിന്റെ സ്വന്തം വീഡിയോസ് ആണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് മറ്റൊരാൾ പഠിപ്പിക്കുന്നത് തമ്മിൽ സെയിം ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ടെക്നിക്ക് പഠിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ബാക്കി മൊത്തം കേട്ടോളൂ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? 1/3 ആണ്. ഫസ്റ്റ് ടേം എത്രയാണ്? ആ ശ്രേണിയിലെ ആദ്യ പദം 1/3. അതോടൊപ്പം കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ? 2/3. ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങൾക്ക് ശ്രേണി വേണമെങ്കിൽ എഴുതാം, പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് മാറ്റാനാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? xn എന്ന് പറയുന്ന nth ടേമിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം. xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, dn പ്ലസ് എന്താണ്? f മൈനസ് d ആണ്. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. d ഇവിടെ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനിലുണ്ടല്ലോ. d എത്രയാണ്? 2/3. അപ്പോൾ 2/3 കൊടുക്കുന്നു. 2/3 കൂടെ n പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ്? നമുക്കറിയാം 1/3 മൈനസ് d എത്രയാണ്? 2/3. നോക്കടാ മക്കളെ, ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചു. ഇനി ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തെറ്റും. നോക്കടാ, 1/3 മൈനസ് 2/3. നോക്കടാ, 1/3 മൈനസ് 2/3. അപ്പോൾ 1 നിന്നാണ് ഇവിടെ 2 കുറയ്ക്കേണ്ടത്. 1 നിന്ന് 2 കുറച്ചാൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് വരും. അപ്പോൾ ഉത്തരം 2/3n ഉണ്ട്, ഓക്കെ ആണ്. പക്ഷെ അത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് എവിടുന്ന് വന്ന നെഗറ്റീവ്? നോക്കണം മക്കളെ, ഇതിൻ്റെ ഉത്തരം -1/3 ആണ്. ഇതിലുണ്ടാവുന്ന മൈനസും പുറത്തെ പ്ലസും കൂടെ ഗുണിച്ചാൽ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. ഓക്കെയാണ്, മൈനസ് എന്ത് വരും? 1/3. ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ xn. ഇതല്ല, ഇതിനെ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കഴിഞ്ഞ ആ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാം. ആ 2n ഒരുമിച്ച് എഴുതാം. 2n/3 മൈനസ് 1/3 എന്ന് എഴുതാം. രണ്ടെണ്ണത്തിൻ്റെയും അടിവശം അല്ലെങ്കിൽ ആ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ആ ഛേദത്തിൽ എന്താണ്? 3 ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം മക്കളെ, 2n മൈനസ് 1/3. അപ്പോൾ xn ഏറ്റവും ചുരുക്കി എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായി. xnന്റെ വാല്യൂ ഇതാണ്. എന്താണ് xnന്റെ വാല്യൂ? 2n മൈനസ് 3. അപ്പോൾ xn കിട്ടി. അപ്പോൾ നമ്മൾ x1ഉം x2ഉം x3ഉം x4 എന്ന് പറഞ്ഞാൽ ഈ ശ്രേണി ഇങ്ങനെ മുന്നോട്ട് എഴുതി നോക്കും. അപ്പോൾ അതിനകത്ത് ഓഡ് നമ്പർ ഉണ്ടോ, അതിനകത്ത് ഈവൻ നമ്പർ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ. അത്രേ ഉള്ളൂ മക്കളെ, വളരെ സിമ്പിളാണ്. മക്കളെ ശ്രദ്ധിക്കാടാ. നോക്കടാ, നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇനി x1 കണ്ടുപിടിക്കും. ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കും. ഒന്നാമത്തെ ടേം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണ്ടല്ലോ. x1 എന്ന് പറയുന്ന ആ ഒന്നാമത്തെ ടേം, x1 എന്ന് പറയുന്ന ഒന്നാമത്തെ ടേം എത്ര? ക്വസ്റ്റ്യനിലുണ്ട്, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പോകണ്ട. 1/3. x1 എന്ന് പറയുന്നത് 1/3 ആണ്. അതവിടെ എഴുതി വെച്ചു. ഇനി രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കണം. x2 എന്ന് വെച്ചാൽ എന്തോ? ഈ ശ്രേണിയിലെ രണ്ടാമത്തവൻ കണ്ടുപിടിക്കണം. എന്നിൻ്റെ അവിടെ 2 കൊടുക്കണം, അല്ലെങ്കിൽ ഈ എന്നിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. അപ്പോൾ നമ്മുടെ കണക്ക് എങ്ങനെ വരും? ഇവിടെ നമുക്കറിയാം 2 × 2 -1/3 എന്നാണ് എഴുതേണ്ടത്. ഓക്കെയാണ്, ശ്രദ്ധിക്കണേ. ഈ എന്നിൻ്റെ അവിടെയാണ് 2. അപ്പോൾ 2 കൂടെ ഗുണിക്കണം. 2 -1/3 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം x2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 -1/3 എന്ന് പറയുമ്പോൾ എത്ര വരും? ഇവിടെ 3/3. 3/3 എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം? 1. 1 എന്ന് പറയുന്നത്
ഒറ്റ സംഖ്യയല്ലേ? യെസ്, നമുക്ക് കിട്ടി. അപ്പോൾ ഈ കിട്ടിയ 1 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യ. അപ്പോൾ ഈ ശ്രേണിയിൽ ഒറ്റ സംഖ്യ ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ തന്നെ കിട്ടി. ഇനി ഡൗട്ടൊന്നും നിങ്ങൾക്കില്ല. ഇനി നിങ്ങൾക്ക് x3 കണ്ടുപിടിക്കണം, മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കണം ഈ ശ്രേണിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതേ ഇക്വേഷനിൽ 2 ഇൻറ്റു എന്നിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 3 മൈനസ് 1/3 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 6 മൈനസ് 1/3 എന്ന് വരും. അല്ലെങ്കിൽ ഈ ശ്രേണിയിലെ അടുത്ത ടേം എന്താ? 5/3. അപ്പോൾ ഇടയ്ക്കൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് x4 കണ്ടുപിടിക്കാം. x4 കണ്ടുപിടിക്കാൻ 2 ഇൻറ്റു 4 മൈനസ് 1/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 8 മൈനസ് 1. 8 മൈനസ് 1 എന്ന് പറയുമ്പോൾ 7/3. ഓക്കെയാണ്, അതും അവിടെ തീർന്നു. ഇനി x5 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 5 മൈനസ് 1/3 എന്ന് പറയുമ്പം 10 മൈനസ് 1/3 എന്ന് പറയുമ്പോൾ എത്ര? 9/3. 9/3 എന്ത് വന്നു? 3 എന്ന ഉത്തരം കിട്ടി. കണ്ടോ, ഇവിടെ 3. അപ്പോൾ ഈ കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം എന്താണ്? ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കണ്ടെയ്ൻ ഓൾ ഓഡ് നമ്പർ ഉറപ്പായേ. പക്ഷേ എന്ത് കിട്ടുന്നില്ല? ഈവൻ നമ്പർ കിട്ടത്തില്ല. എന്താ കാര്യം? എന്തുകൊണ്ട് ഈവൻ നമ്പർ ഉണ്ടാകുന്നില്ല? നിങ്ങൾ നോക്ക് മക്കളെ, നമുക്ക് ഇവിടെ കിട്ടുന്ന 1ഉം 3ഉം പോലത്തെ ഓഡ് നമ്പേഴ്സ് നമുക്ക് കിട്ടും, ഒറ്റ സംഖ്യ കിട്ടും. പക്ഷേ ഈ ശ്രേണിയിൽ ഒരിക്കലും ഈവൻ നമ്പർ കിട്ടില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ശ്രേണിയിൽ 2 ഇൻറ്റു n ആണ്, അല്ലെങ്കിൽ 2n ആണ്. 2 ഇൻറ്റു n എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 2 വരത്തുള്ളൂ. 2 ഇൻറ്റു 2 4 വരത്തുള്ളൂ. 3 ഇൻറ്റു 2 6 വരത്തുള്ളൂ. 4 ഇൻറ്റു 2 8 വരത്തുള്ളൂ. അപ്പോൾ ഈ 2n ആൾവേസ് ബി ആൻ എന്തായിരിക്കും? ഈവൻ നമ്പർ മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. അതോടൊപ്പം x എന്ന് പറയുന്നത് 2n മൈനസ് 1/3 ആണ്. അത് ഒരിക്കലും അതുകൊണ്ട് എന്തുണ്ടാവില്ല? ഈവൻ നമ്പർ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ശ്രേണിയിൽ അല്ലെങ്കിൽ ഈ സീക്വൻസിൽ, ഈ എഴുതുന്ന സീക്വൻസിൽ എന്തുണ്ടായിരിക്കും? ഓഡ് നമ്പർ ഉണ്ടാകും, ഈവൻ നമ്പർ ഉണ്ടാകില്ല എന്ന് എഴുതി വെക്കും. അപ്പോൾ നമുക്ക് അവസാനത്തെ വരിയായിട്ട് എഴുതാം. ദ ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസ്, ആ എഴുതിയ സീക്വൻസിൽ വിൽ കണ്ടെയ്ൻ ഓൾ ദ ഓഡ് നമ്പർ. ഒറ്റ സംഖ്യകളുണ്ട്. ഈ എഴുതിയ സമാന്തര ശ്രേണിയിൽ ഒറ്റ സംഖ്യകളുണ്ട്. ഒരു ഈവൻ നമ്പർ പോലും ഇല്ല, ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല എന്ന ഈ വരി എഴുതി അവസാനിപ്പിക്കുക. ഇതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ. ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സിമ്പിൾ ആണ് മക്കളെ പ്രൂവ് ദാറ്റ്. ഇനി നമുക്ക് അടുത്ത പ്രൂവ് ദാറ്റിലേക്ക് പോകാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമുക്ക് പഠിക്കാം. മക്കളെ, തന്നിരിക്കുന്നതാണ് അടുത്ത പ്രൂവ് ദാറ്റ്. ഇത് ചെയ്യാൻ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ടെക്നിക്ക് പറയാം. ഇതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടേ? പ്രൂവ് ദാറ്റ് ആണെന്ന് തെളിയിക്കണം. ഇത് തെളിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് പ്രൂവ് ദാറ്റ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടൊരു ലോജിക്ക് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ലോജിക്കാണ്, വളരെ സിമ്പിൾ ബുദ്ധിയിൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന രീതി വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തോ എഴുത ചോദ്യം ഇത്രയേ ഉള്ളൂ. 4 7 10 എന്ന് പറഞ്ഞൊരു സീക്വൻസ് എഴുതി. ആ സീക്വൻസിലെ സംഖ്യകളെ എടുത്ത് ഞാൻ സ്ക്വയർ ചെയ്തു. ഇപ്പം 4ന്റെ സ്ക്വയർ എടുത്തു. അപ്പം 16 പറയുന്ന സംഖ്യ ഈ ശ്രേണിയിൽ ഉണ്ട് എന്ന് തെളിയിക്കണം. അതാണ് നമ്മുടെ ജോലി, കേട്ടല്ലോ. അതാണെങ്കിൽ 7ന്റെ സ്ക്വയർ ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടും? 49 കിട്ടും. ഈ 49 എന്ന് പറഞ്ഞ ഈ ശ്രേണിയിൽ ഉണ്ട് എന്ന് തെളിയിക്കണം. അത്രേ ഉള്ളൂ ഈ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം മക്കളെ? നിങ്ങൾക്ക് ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചൊന്ന് കേട്ടോ. സിമ്പിൾ ലോജിക്കാ. നോക്കിയേ, ലോജിക്ക് ഉപയോഗിച്ച് നോക്കി നമുക്ക് ആ ശ്രേണി അങ്ങ് എഴുതാം. 4 7 10 എന്ന് പറയുമ്പം എത്ര കൂടി പോകുന്ന സീക്വൻസാ? 3 കൂടി പോകുന്നത്. അപ്പം നമുക്ക് മുന്നോട്ടൊന്ന് എഴുതാം. 13 കഴിഞ്ഞാൽ 16, 16 കഴിഞ്ഞാൽ 19, 19 കഴിഞ്ഞാൽ 22, 25 എത്രയാണ്? 28, 31, 34, 37, 37 40, 43, 46, 49. കണ്ടോ? സെറ്റാണ്. നമ്മൾ ആ സീക്വൻസ് ഒന്ന് ഞാൻ ഇച്ചിരി മുന്നോട്ട് എഴുതി, നിങ്ങളോട് തന്നെ ചോദിച്ചു. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തുവാ? ഈ ശ്രേണിയിലെ ഈ ആദ്യ സംഖ്യ 4, ഈ 4ന്റെ സ്ക്വയർ ചെയ്താൽ ആരെ കിട്ടുമോ? 16 എന്ന് പറയുന്നവൻ ഈ ശ്രേണിയിൽ ഉണ്ട് എന്ന് തെളിയിക്കണം. നോക്കടാ, ഈ 16 എന്ന് പറഞ്ഞ സംഖ്യ ഈ ശ്രേണിയിൽ ഇല്ലേ? നോക്കുതാ, ഇവിടെ ഉണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് തെളിയിക്കേണ്ട എന്തായിരുന്നു? നിങ്ങൾക്ക് തെളിയിക്കേണ്ടായിരുന്നു 7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? 49 ഈ ശ്രേണിയിൽ ഉണ്ടെന്ന് തെളിയിക്കണം. ഇവിടെ ഉണ്ട് 49, ഇവിടെ ഉണ്ട് 49. അപ്പോൾ ഈ ശ്രേണിയിൽ ഈ പറയുന്നത് ഉണ്ട്. ഇത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെയാണ്, ഒരു ഡൗട്ട് നിങ്ങൾക്കില്ല. അപ്പോൾ ഇത് തെളിയിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ തെറ്റൊന്നുമില്ല. തെറ്റെന്തുവാ? ഈ ശ്രേണിയിലെ ബാക്കി കാര്യങ്ങളുണ്ടോ എന്നൊരു ഡൗട്ട് വരത്തില്ലയോ? ഏതാ? 10ന്റെ സ്ക്വയർ ആയിട്ടുള്ള 100 ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ലേ അല്ലേ? 100 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി എഴുതി നോക്കേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കണക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ചാപ്റ്ററിലെ എക്സൻ എന്ന് പറയുന്ന ആൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഇതൊരു സിമ്പിൾ ലോജിക്കിലൂടെ ഇതുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് ബാക്കിയൊരു രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ? അത് നമുക്കിനി പഠിക്കാം എങ്ങനെയാണെന്ന്.
അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ നമ്മൾ എഴുതുന്നു ഫസ്റ്റ് ടേം ആദ്യ പദം 4 കോമൺ ഡിഫറൻസ് 3 എന്നിട്ട് നമ്മൾ എക്സ് എൻ കണ്ടുപിടിക്കുന്നു. എക്സ് എൻ എന്ന് പറയുന്നത് എന്താണ് 3n+1 ആണ്. ഓക്കെ, അപ്പോൾ nth ടേം അല്ലെങ്കിൽ ഈ ശ്രേണിയിലെ ഏത് സംഖ്യയെ നമുക്ക് 3n+1 എന്ന് വിളിക്കാം. പക്ഷെ എന്താ ചോദ്യം, ഈ സംഖ്യയുടെ എന്ത് വർഗമാണ്, സ്ക്വയർ എന്ന് പറയുന്നത് ഈ ശ്രേണിയിലുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ സംഖ്യയുടെ വർഗം എന്ന് പറഞ്ഞാൽ എക്സ് എന്നിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ, ആ സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്ന് പറയുമ്പോൾ മക്കളെ 3n+1 എന്ത് കണ്ടുപിടിക്കണം, വർഗം കണ്ടുപിടിക്കണം, സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെയാണ്. അപ്പോൾ ഇത് എന്തുവാ ചോദ്യം എന്ന് നോക്കണം. സ്ക്വയർ ഓഫ് ആൾ ടേംസ് ഈ ശ്രേണിയിലുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ, പദം എന്ന് പറയുന്നത് 3n+1 ആണ്, അതിൻ്റെ വർഗം കണ്ടുപിടിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ വർഗം കണ്ടുപിടിക്കാൻ നേരത്തെ നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കുക, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഏത് രൂപത്തിൽ കിടക്കുക, a+b² ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ x+y ഓർമ്മയുണ്ടോ, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ്. ഓക്കെ, x+y ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇക്വേഷൻ നിങ്ങൾക്കറിയാലോ, a+b² നിങ്ങൾ എഴുതി പഠിച്ചോണം, മോള് എഴുതുന്നുണ്ട്, a² + b² + 2ab എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ സ്ക്വയർ ചെയ്യണം, മീൻസ് 3n ഹോൾ സ്ക്വയർ ചെയ്യണം, പ്ലസ് 1 സ്ക്വയർ ചെയ്യണം, പ്ലസ് 2 × 3n × 1 ചെയ്യണം. ഓക്കെയാണ്, ഇത്രയും എഴുതണം. ഇനി ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്ന കാര്യം, 3n സ്ക്വയർ എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടി 3n² എന്ന് എഴുതി വയ്ക്കും. പൊട്ടത്തെറ്റാണ്, ദയവ് ചെയ്ത് ഈ തെറ്റിനി വരുത്തരുത്. 3n സ്ക്വയർ എന്ന് പറയുമ്പോൾ 3n² അല്ല മക്കളെ, 3 സ്ക്വയർ ചെയ്യണം 9 വരും, n സ്ക്വയർ ചെയ്യണം n², കേട്ടല്ലോ, 9n² + 1 പ്ലസ് 6n എന്നേ വരത്തുള്ളൂ. കണ്ട 6n, കേട്ടല്ലോ, 6n 3 കൂടെ വിളിച്ചാൽ 6n, 6n × 1 6n എന്നേ വരത്തുള്ളൂ. ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെഴുതാം, 9n² + 6n + 1 എന്ന് എഴുതുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യും, ഇതിൽ നിന്നും ഈ രണ്ട് ഇതാണ്ട സംഖ്യകൾ കണ്ടോ, 9n² 6n, ഇതിൽ നിന്നും ഞാൻ 3 എന്ന് കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 3 × 9, 3 × 3 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എന്തേ ഉള്ളൂ, 3n² ഉള്ളൂ, പ്ലസ് ആ 6n 3 കോമൺ ആയിട്ട് എടുത്താൽ ഇത്രയേ ഉള്ളൂ, ബാക്കി +1 എന്ന് എഴുതുന്നു. ഓക്കെ ആണോടാ? ദാണ്ട 3 × 3n² എന്തുവാ, 9n², 2n × 3 എന്താണ്, 6n. നമുക്ക് കിട്ടിയ ഈ xn ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ, xnൻ്റെ വാല്യൂവും xn² വാല്യൂവും നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. അങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്. താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കറിയാം xn എന്ന് പറയുന്നത് എന്താണ് 3യുടെ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് കേട്ടോ. നോക്ക്, മൾട്ടിപ്പിൾ ഓഫ് 3യുടെ ഗുണിതത്തിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കൂടെ 1 കൂട്ടിയേക്കും അല്ലയോടാ. നോക്ക്, 3n എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിൻ്റെ പട്ടികയിലുള്ളതാ, 3ൻ്റെ പട്ടികയിലുള്ളതല്ലേ, 3 കൊണ്ട് ഗുണിച്ചേക്കും. അപ്പോൾ അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആ. മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കൂടെ 1 കൂട്ടിയപ്പോൾ കിട്ടിയതാണ് xn. അതുപോലെ തന്നെ xn² എന്ന് നോക്കിയേ, ഇതും എന്ത് തന്നെയാണ്, മൾട്ടിപ്പിൾ ഓഫ് 3 3യുടെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 1 കൂട്ടുന്നതല്ലേ. നോക്ക്, 3 വെളിയിൽ എഴുതിയത് അതിനാണ്. 3 × ഏത് സംഖ്യയും ആരുടെ മൾട്ടിപ്പിൾ ആവും, 3ൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്നതാവും. 3 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞത് 3ൻ്റെ പട്ടികയിലുള്ളതല്ലേ, ആ 3ൻ്റെ പട്ടികയുടെ കൂടെ 1 കൂട്ടണം. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. ഇത് രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾക്കറിയാം xnൻ്റെ വാല്യൂ എവിടെയും കാണും, xn² വാല്യൂക്കകത്തും ഉണ്ടായിരിക്കും. കണ്ടോ, ഇത് രണ്ട് സെയിം അല്ലയോ, രണ്ടും ഒരേ ആളാണ്, മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കൂടെ 1 കൂട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്കറിയാം xnൻ്റെ വാല്യൂവും xn² വാല്യൂവും ഒരേ ആൾക്കാരാണ്, 3ൻ്റെ പട്ടികയുടെ കൂടെ 1 കൂട്ടുന്ന വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതി വയ്ക്കാം, ഈ ശ്രേണിയിൽ, ഈ സമാന്തര ശ്രേണിയിൽ പദങ്ങളുടെ വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്നെഴുതി വെക്കും. അപ്പോൾ നമുക്ക് അവസാനത്തെ വരിയായിട്ട് എഴുതാം, സ്ക്വയേഴ്സ് ഓഫ് ആൾ ടേംസ് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ്. ഈ സീക്വൻസിലെ ടേംസിന്റെ സ്ക്വയർ, വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ആൾസോ ദ ടേംസ് ഓഫ് ദ സീക്വൻസ് എന്ന് എഴുതി വെക്കാം. മലയാളക്കാരുതാണ്ട് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എക്സ്പ്ലനേഷൻ. ഈ ഒരു ട്രിക്കാണ്, മൾട്ടിപ്പിൾ ഓഫ് 3 + 1 മൾട്ടിപ്പിൾ ഓഫ് 3 + 1 രണ്ടിലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ട്രിക്ക് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടെ കൂടിക്കോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ഇത്രയും വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല.
വിശ്വാസമൊക്കെ ഉണ്ടായി തുടങ്ങുക. സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് 10ാം ക്ലാസ്സിലെ ആ റോഡ് മാപ്പ് 2026 മാർച്ച് വരെ ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കാനുള്ള പവർ ഉണ്ടാവട്ടെ. നിങ്ങൾ കൂടെ കൂടിക്കോ മക്കളെ. തന്നിരിക്കുന്നതാണ് അടുത്ത പ്രൂവ് ദാറ്റ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന സീക്വൻസ് ഞാൻ അത് നീട്ടി പിടിച്ചെഴുതി. എത്ര കൂടി പോകുന്ന സീക്വൻസാണ്? 3 കൂടി പോകുന്ന സീക്വൻസ് ആയിട്ടുള്ള ഈ എഴുതിയേക്കുന്ന സീക്വൻസിൽ എന്ത് ഇല്ല എന്ന് തെളിയിക്കണം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങൾ ഇല്ല എന്ന് തെളിയിക്കണം. സിമ്പിൾ ലോജിക്കിലൂടെ പറഞ്ഞുതരാം. പൂർണ്ണവർഗ്ഗങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ 1 × 1 പൂർണ്ണവർഗ്ഗം, 2 × 2 4 പൂർണ്ണവർഗ്ഗം, 3 × 3 9 പൂർണ്ണവർഗ്ഗം, 4 × 4 16 പെർഫെക്റ്റ് സ്ക്വയർ, 5 × 5 25, 6 × 6 36, 7 × 7 49, അടുത്ത എന്തോ 8 × 8 64 എന്ന് പറയുന്ന ഒരു സംഖ്യയും ആ ശ്രേണിയിലുണ്ടോ? നോക്കടാ, ഇവിടെ ഉണ്ടോ? 1 ഉണ്ടോ? ഇല്ല. 4 ഉണ്ടോ? ഇല്ല. അടുത്ത 9 ഉണ്ടോ? ഇല്ല. 16 ഉണ്ടോ? ഇല്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഇല്ല എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ട് മനസ്സിലായില്ലേടാ? ഇത്രയേ ഉള്ളൂടാ നിങ്ങളുടെ മാത്സ് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ്. നിങ്ങൾ കടന്ന് ടെൻഷൻ അടിച്ചു ഒന്നും മനസ്സിലാവാത്ത ബാക്കിയുള്ളവരുടെയൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് ഈ ന്യൂജൻ മാത്തിൽ ഉണ്ടോ എന്ന് കൂടെ ഒന്ന് നോക്കാൻ വരണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെയൊക്കെ ഇവിടെ ഉണ്ട്. ലൈവ് ക്ലാസ് ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. അവിടെ എല്ലാം കിട്ടില്ലമായിട്ട് സംഗതികൾ അവിടെ വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാൻ വരുന്നവർക്ക് ഗുണം, അല്ലാത്തവൻ ഇത് അറിയത്തില്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇവിടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഇല്ല എന്ന് മനസ്സിലായി. പക്ഷെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. പ്രൂവ് ദാറ്റ് അല്ലേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊരു 3 മാർക്ക് നമുക്ക് കിട്ടണ്ടേ? ആ 3 മാർക്കിന് വേണ്ടിയിട്ടുള്ള ഡയലോഗ് എങ്ങനെയാ നമുക്ക് നോക്കാം. എന്താണ് ഐഡിയ നിങ്ങൾക്കറിയാം. നമ്മൾ എന്ത് കണ്ടുപിടിക്കും? xn കണ്ടുപിടിക്കും. nth ടേം അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം നമ്മളിവിടെ എഴുതി നോക്കും. എന്നിട്ട് നമ്മൾ ആ ടെക്നിക്ക് യൂസ് ചെയ്യും. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യനിൽ അതേ രീതി തന്നെ ഇവിടെ അപ്ലൈ ചെയ്യും. ഫസ്റ്റ് ടേം എഴുതി, കോമൺ ഡിഫറൻസ് എഴുതി, xn എഴുതി, xnൻ്റെ രൂപം നമ്മൾ എഴുതി. അപ്പോൾ xn ഏത് രൂപത്തിൽ? xn = 3n + 2 എന്ന രൂപം എഴുതി. അതിനെ എന്നിട്ട് നമ്മൾ പരിശോധിച്ച് നമുക്ക് കിട്ടി അതൊരു മൾട്ടിപ്പിൾ ഓഫ് 3 + 2 ആണ്. കണ്ടോ? 3 കൊണ്ട് ഗുണിച്ചിട്ട് 2 കൂട്ടുന്ന രൂപത്തിലാണ് xn ഇരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സംഖ്യയുടെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കുന്നു. അല്ലേ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ സ്ക്വയർ അല്ലേ, വർഗ്ഗങ്ങളല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്ന് സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കാം. എന്നിട്ട് ആ ബന്ധം അങ്ങ് പറഞ്ഞാൽ പോരെ. അതിനുവേണ്ടി നമ്മളിതാ a+b² ഏത് രൂപമാണ്? a+b² തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്, മുകളിൽ കിടപ്പുണ്ട്. a+b² ചെയ്യുമ്പോൾ a² + b² + 2ab അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഈ രൂപത്തിൽ കിട്ടി. ഇനി ഇവിടെ കിട്ടിയതിന് ശേഷം നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 3 പോലെ എഴുതാൻ 3 കോമൺ ആയിട്ട് എടുക്കുമെന്ന് നിങ്ങൾക്കറിയാം. 3 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എത്ര അകത്ത്? 3n. എന്നാൽ ശരിയാവും. നോക്ക്, 3n × 3 ചെയ്താൽ കിട്ടത്തില്ല. 3n² ഉണ്ട്. 3n² × 3 ആണ്. 3n² × 3 ചെയ്ത് കഴിഞ്ഞാൽ 9n² കിട്ടും. പ്ലസ് അടുത്ത നോക്ക്, ഇവിടെ 12n ആണ്. അപ്പോൾ എത്ര ബാക്കി വരും? n കോമൺ ആയിട്ട് എടുത്താൽ 4n. ഇനി അടുത്ത ഒരു കുഞ്ഞു പരിപാടിയും കൂടെ വേണമെങ്കിൽ ചെയ്യാം. ദാണ്ടെ ഒരു കുഞ്ഞു പരിപാടിയും കൂടെ ചെയ്യാം. നിങ്ങൾ നോക്കി, ഈ 4ന് പകരം ഞാൻ ആ 3+1 എന്നങ്ങ് എഴുതുന്നു. അപ്പോൾ ആ 3 കൂടെ അങ്ങ് എടുത്തുകൂടെ? 3 കൂടെ അങ്ങ് ബാക്കി 1 വരും. പിന്നെ വെളിയിലൊരു 1 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതും എന്തെന്ന് എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന് പറയുന്ന രൂപത്തിലാണ് കിട്ടിയത്. എന്താ കിട്ടിയത്? മൾട്ടിപ്പിൾ ഓഫ് 3. കണ്ടോ? 3ന്റെ മൾട്ടിപ്പിൾ എന്നിട്ട് 1 കൂട്ടുന്ന രൂപത്തിൽ. ഇവിടെയോ 2 കൂട്ടുന്ന രൂപത്തിൽ. അപ്പോൾ xnഉം xn² ഒരുപോലെയാണോ മക്കളെ? അല്ല. അതുകൊണ്ട് ഈ 2 വാല്യൂസും സെയിം ആകാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 3 + 1 ആണ്. ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 3 + 2 ആണ്. അതുകൊണ്ട് ഇത് രണ്ടും സെയിം അല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഒരുപോലെ ആകുമോ? ഇല്ല. അതുകൊണ്ട് ഈ സീക്വൻസിൽ എന്തില്ല? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ല. ഇവിടെ ഒരു ഡൗട്ട് വന്നവരുണ്ട്, എനിക്കറിയാം. ഈ 3 ഒന്നുകൂടെ കൂട്ടിയാൽ എന്ത് തന്നെ മക്കളെ? 4 ആണ്. ഈ 3 അങ്ങ് കോമൺ ആയിട്ട് എടുത്തു. അങ്ങ് എടുത്താൽ ബാക്കി എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. നോക്ക്, 1 × 3 എന്ത് വരും? ഈ 3 വരും, എക്സ്ട്രാ 1 വരും. ഓക്കെയാണ്. അപ്പോൾ പരീക്ഷകൾക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഈ വരിയും കൂടെ എഴുതി വെക്കുക. ദ ഗിവൺ സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. അല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇല്ല എന്നെഴുതി വെക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ് ന്യൂജൻ മാത്ത് SSLC എന്ന് പറയുന്ന ചാനൽ വരുന്ന ചെറിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കുറേ ലൈവ് ഇട്ടിട്ടുണ്ട്, കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അവിടെ കെമിസ്ട്രി ക്ലാസ് ഒക്കെ കാണാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നല്ല പണിയെടുക്കണം. അതുകൊണ്ട് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ആ പണിക്കുള്ള ഉത്തരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം?
ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോ. നമുക്ക് ഓണപ്പ് എക്സാമും അത് കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമും അതോടൊപ്പം ആനുവൽ എക്സാമും അതോടൊപ്പം A+ഉം നമുക്ക് കൂടെ കൂട്ടാം. അപ്പോൾ എല്ലാവരും അതോടൊപ്പം നമ്മുടെ ഒരു ഓൺലൈൻ ബാച്ച് ഉണ്ട്, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാൻ നമുക്ക് വിളിച്ച് ചോദിച്ചോ. ഈ നമ്പറിലാണ്, എൻ്റെ നമ്പർ തന്നെയാണ്, നിങ്ങൾക്ക് ചോദിച്ച് ജോയിൻ ചെയ്യാം. നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് ഓരോരോ പാഠങ്ങളും ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാം. അപ്പോൾ ക്രിസ്മസ് ബാച്ചാണ്, അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുക, കൂടെ കൂടുക, നമുക്ക് പഠിക്കാം.